ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പാകത്തിനുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. വൈകിട്ട് സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മധുരമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വച്ചിരിക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ആണ് കേട്ടോ. അതായത് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവും. സ്പെഷ്യലായിട്ടൊരു ഫില്ലിംഗ് ആണ്. ഇതിൽ ഞാൻ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെ ഉള്ളൊരു മധുരമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം മാവ് തയ്യാറാക്കാം. അതിനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അരിപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം അത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പം ആദ്യം ഒരു തവി വെച്ചിട്ട് നമുക്കത് ചൂടുവെള്ളം എല്ലായിടത്തും ആക്കി കൊടുക്കുക. അത് പൊടി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ചൂടുവെള്ളം ആക്കിയിട്ട് പൊടി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് പൊടി കുഴച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പം നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ചൂടാറിയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഉരുട്ടി ബോൾ പോലെ ആക്കിയെടുക്കാം. മിൽക്ക് മെയ്ഡൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിന് മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതാ നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ആണ് ഇനി റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ആണിത്. അപ്പോൾ അതിനായിട്ടൊരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. വെറുതെ ഡ്രൈ റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത്. ഇതിലൊന്നും ഒഴിച്ചിട്ടില്ല. എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലായിടത്തും കളറൊന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുന്നവരേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് ശരിക്കും നല്ല ഡ്രൈ റോസ്റ്റായി കിട്ടും. ഇനിയിപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. നല്ല വെള്ളത്തിൽ, സാധാരണ പച്ചവെള്ളത്തിൽ ഇതൊരു 10 മിനിറ്റോളം ഒന്ന് മുക്കി വയ്ക്കുക. അതിന് ശേഷം ഇത് കഴുകി എടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കുക. അത് വേവിക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം. വേവിക്കുമ്പോൾ നമ്മൾക്ക് ഈ പരിപ്പിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാമുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്കത് പിന്നെ അത് ഫില്ലിംഗ് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാമോ. ഇനിയിപ്പോൾ നമുക്കൊരു ഏത്തപ്പഴം എടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുക. ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ. നമുക്ക് ചെറുപഴം ആയാലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം, സാമാന്യം വലിപ്പമുള്ളൊരു നേന്ത്രപ്പഴത്തിൻ്റെ 1/4 ഭാഗത്തോളം ആണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പ് എങ്ങനെയാണ് വെന്തേക്കുന്നതെന്ന് നോക്കാം. ഇത് ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെയാണ് വെന്ത് കിട്ടിയേക്കുന്നത്. ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ശരിക്കും നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. എന്നാൽ വെള്ളമെല്ലാം പാകത്തിനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ചെറുപയർ പരിപ്പും ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നീക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരുന്ന പഴം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴം ചെറുതീയിൽ നെയ്യിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കുക. പഴം വരട്ടേൻ്റെ കൂടെ തന്നെ നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം. അത് വരണ്ട് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് പഴം ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. എന്നാലും നമ്മൾക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ചെറിയ ചൂടിലിട്ടിട്ട് 2-3 മിനിറ്റോളം ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ അത് പഴമെല്ലാം വരണ്ട് തുടങ്ങിയിട്ടുണ്ട്. പഴം ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ 1 കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയും പഴവും എല്ലാം നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കുക. പഴവും തേങ്ങയും നെയ്യിലിട്ടിട്ട് ചെറു ചൂടിൽ ഇങ്ങനെ വരട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴം ഒന്നും കൂടെ ഒന്ന് വരണ്ട് ശരിക്കും ഒന്ന് ഉടഞ്ഞു വരും. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ടും വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ 2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ വെച്ചിട്ട് അതൊന്ന് ശരിക്കും ഒന്ന് വരട്ടി എടുക്കണം. ഏത്തപ്പഴവും തേങ്ങയും എല്ലാം ഒന്ന് വരട്ടി ഒന്ന് എടുക്കണം. ഇതിപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് വരണ്ട് വരുമ്പോൾ നമ്മളിതാ നേരത്തെ അരച്ച് വെച്ചില്ലേ പരിപ്പ്, ആ പരിപ്പ് അരച്ച് വെച്ച പരിപ്പും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൂടിയും ഒന്ന് ചേർത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഒരു 3-4 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മധുരത്തിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ 200 ഗ്രാം പാക്കറ്റ് ഫുള്ള് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം 1 സ്പൂൺ നമ്മൾ മാവിൽ ചേർത്തായിരുന്നു. ബാക്കി ഫുള്ള് ഈ ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് അത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ ചൂടിലിട്ടിട്ട് ഇത് വരട്ടിയെടുക്കുമ്പം ഈ മിൽക്ക് മെയ്ഡ് ഇതെല്ലാം ഫില്ലിങ്ങിൻ്റെ എല്ലായിടത്തേക്കും ആയി കിട്ടും. അപ്പോൾ ഇത് നല്ല ചെറിയ ചൂടിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വരട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് ചെറിയ ചൂടിലിങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ തിക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇളക്കുന്ന ഈ തവി ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. കുറച്ച് കട്ടിയുള്ള ഒരു തവിയാക്കി എടുക്കുകയാണ്. ഒരു മരത്തിൻ്റെ തവി എടുത്തിട്ടാണ് ഇനിയിപ്പം ഇളക്കി കൊടുക്കാൻ പോകുന്നതിന്, കട്ടി ഉള്ളതുകൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള യെല്ലോ കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു നുള്ള മഞ്ഞപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല കളർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വരണ്ടി കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചേക്കുമായിരുന്നു. അടച്ചു വെച്ചിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടി എടുക്കണം. എന്തെങ്കിലും തരികൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടി എടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടി മാറ്റി വയ്ക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് നമുക്കിവിടെ നീക്കി വയ്ക്കാം. ഇപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് ഇതൊന്ന് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഇത് ഫുള്ള് ഇതെല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കണം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉള്ളിൽ വെച്ച് ഫില്ലിംഗ് ആക്കി എടുക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയായാലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിവിടെ ഫുള്ള് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മാവ് നമുക്കെടുക്കാം. ആ മാവ് ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നെയ്യ് തിരുമ്മിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ആ മാവ് നമ്മൾ സാധാരണ കൊഴുക്കട്ടയെല്ലാം ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ ഈ മാവ് കുറച്ചെടുത്തിട്ട് അത് ഉരുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് മടക്കി എടുക്കണം. ഉരുട്ടി മടക്കി എടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ബോൾസാക്കി നമുക്ക് മാവും എടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ബോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒട്ടും പൊട്ടാതെ നമുക്കതിൻ്റെ മാവ് എന്തോരം സോഫ്റ്റ് ആയിരിക്കുന്നോ അപ്പോൾ അപ്പോഴാണ് അത് പൊട്ടാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ നോക്കണം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മാവേ നമ്മൾ ഇത് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഉരുട്ടിയെടുക്കുമ്പം പൊട്ടാതിരിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കണം. അധികം പ്രസ് ചെയ്യാതെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അധികം പ്രസ് ചെയ്യാതെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് അത് പൊട്ടിപ്പോകാതിരിക്കണം. അത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ ഉരുട്ടിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ അധികം പ്രസ് ചെയ്യാതെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു ബോൾ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചെറിയൊരു പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു ചെറി നമ്മൾ 4 പീസാക്കിയാണ് മുറിക്കുന്നത്. ആ 4 പീസാക്കി മുറിച്ചതിൽ ഒരു പീസ് ഞാൻ ഇതിലിങ്ങനെ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഭംഗിയിൽ ആക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാം ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആവിയിൽ പുഴുങ്ങാൻ പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. എണ്ണ തടവിയ ഇഡ്ഡലി പാത്രത്തിൻ്റെ ട്രേയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവിച്ചെടുത്ത് നല്ല ചൂടാണ്, നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല ടേസ്റ്റുമാണ്. ആ ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിതുപോലെ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള 4 മണി പലഹാരമോ എന്തെങ്കിലും കറികളോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.